അശ്വതി. ഹലോ. ഹലോ. ഇരിക്കി. നീ ആളാകെ മാറിപ്പോയില്ലടി. ഞാൻ ഇവിടുന്ന് പോകുമ്പോ ദാവണിയും ചുറ്റി തലയിൽ കാച്ചി എണ്ണ തേച്ച് നടന്നിരുന്ന പാർട്ടിയാ. രാജു മാറിയില്ല. സ്കോളർഷിപ്പ് എന്നും പറഞ്ഞ് ജർമ്മനിക്ക് പോയിട്ട് കൊല്ലം 2 ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും വിളിച്ചോ നീ എന്നെ? കളിക്കൂട്ടുകാരാണ്, സ്കൂളിലും കോളേജിലും ഒരുമിച്ച് പഠിച്ചവരാണ്. ഒന്ന് കോണ്ടാക്റ്റിൽ ഇരുന്നൂടരുത് എനിക്ക്. എന്നിട്ട് ശരിക്കും പറഞ്ഞ കഴിഞ്ഞ 2 കൊല്ലം ഐ വാസ് ഗോയിങ് ത്രൂ ഹെൽ അശ്വതി. പുറത്തേക്ക് ഇറങ്ങണമെന്നോ ആരെയും കാണണമെന്നോ ഒന്നുമില്ലായിരുന്നു. ഒരുതരം സെൽഫ് ഇമ്പോസ്ഡ് എക്സൈൽ. എനിക്ക് നിന്നെ കാണണമെന്നുണ്ടായിരുന്നു. 1-2 തവണ അതിന് ശ്രമിക്കുകയും ചെയ്തു. എന്താണെന്നറിയില്ല. ആ സമയത്ത് എനിക്ക് നിന്റെ കൂടെ ഉണ്ടാവണമെന്നുണ്ടായിരുന്നു. ശരി അശ്വതി. ഏയ് ഒന്നുമില്ല, പിന്നെ കാണാം. ഓക്കെ. വിശ്വേട്ടൻ എന്നാ ഇനി മടങ്ങുക? ആദ്യം ഞാനൊന്ന് പുറപ്പെടട്ടെ, എന്നിട്ടല്ലേ മടക്കം. ഊട്ടിയിലെ കാര്യങ്ങളൊക്കെ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കാം. അവിടെ ചെന്നിട്ട് വേണം. ഒക്കെ പാക്ക് ചെയ്തില്ലേ? വാ. സാബു, ആ പെട്ടെടുത്ത് വെച്ച്. പ്രിയ, അച്ഛനോടെ പുറത്തുണ്ട്. ആ, നീ ഇറങ്ങിയോ? ആ അച്ഛാ ഇറങ്ങി. എത്ര ദിവസത്തെ പ്ലാനാ ഊട്ടിയില്? ഏകദേശം 2 ആഴ്ച എടുക്കും. അച്ഛാ കുറച്ച് ചെക്സ് സൈൻ ചെയ്യാനുണ്ട്. ആ, കഴിഞ്ഞ ആഴ്ചയല്ലേ 50 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തത്? അച്ഛാ നമ്മൾ ഉദ്ദേശിച്ച എസ്റ്റിമേറ്റ് ഒക്കെ വളരെയധികം ക്രോസ് ആയിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ മെറ്റീരിയൽ കോസ്റ്റ് ഒക്കെ ഒരുപാട് കൂടി. നമ്മുടെ കസ്റ്റമേഴ്സിന്റെ വിളി തുടങ്ങി. വർക്കേഴ്സിന്റെ പ്രോബ്ലം കാരണം പ്രോജക്റ്റ് കുറച്ച് ഡിലേഡ് ആണ്. നമ്മൾ ഫ്ലാറ്റ്സ് ഹാൻഡ് ഓവർ ചെയ്യേണ്ട സമയവും കഴിഞ്ഞു. ആ മോനെ, ഒരു ചെക്ക് കൂടി. എന്തിനാച്ചാ? രാജുവിന് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണമെന്നോ ഇമ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. റിസർച്ച് എന്നും പറഞ്ഞ് ലക്ഷങ്ങൾ ചിലവാക്കി ജർമ്മനിക്ക് അയച്ചു. അത് കംപ്ലീറ്റ് ചെയ്ത് അവനിങ്ങ് പോകുന്നു. ഇപ്പതേ വിക്രം സാരാഭായി അവനുള്ള പുറപ്പാടാ. ഇതിനൊക്കെ കൂട്ടു നിൽക്കാൻ അച്ഛനും. ഇങ്ങനെയൊക്കെ അല്ലടാ അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റൂ. അവനെയും സപ്പോർട്ട് ചെയ്യണ്ടേ? ശരി അച്ഛാ. പ്രിയ, ജിമ്മിച്ചിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ചിലപ്പോ പുള്ളി എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നേക്കും. നമ്മുടെ പുതിയ പ്രോജക്ടിന്റെ കാര്യത്തിനാ. നീ ഒന്ന് ഹാൻഡിൽ ചെയ്തേ. ചേച്ചി ഒന്ന് പറയേ, നേരിട്ട് ചോദിച്ചു. ചേട്ടാ. ആ ചേട്ടാ എന്താടാ ചേട്ടാ കുറച്ച് പൈസ ഇവൻ എത്രയെന്ന് വെച്ചാൽ എടുത്തു കൊടുത്തേ. താങ്ക്സ് ചേട്ടാ. തൽക്കാലം അച്ഛൻ ഈ പ്രോജക്റ്റിനെ കുറിച്ച് അറിയണ്ട. ബൈ ബൈ. ആ വരൂ ഭാർഗവമ്മ, വരൂ. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. കുറെ നാളായല്ലോ കണ്ടിട്ട് ഭാർഗവമ്മേ. ഇരിക്കൂ. ഇരിക്കൂന്നേ. കാലത്ത് വിളിച്ചപ്പോ വരാൻ പറ്റിയില്ല. കുടുംബശ്രീയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ പ്രൊഡക്ട്സ് ഒക്കെ വിറ്റ് പോകുന്നുണ്ടോ? ഓവ്, മേളകളൊക്കെ വരുമ്പോ നല്ല ചെലവാ. അല്ല, വിളിച്ചത് എന്തിനാന്ന് പറഞ്ഞില്ല. ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഭാർഗവമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? ഓവ്, രാജുവിന് ഇപ്പൊ എങ്ങനുണ്ട്? അവനിപ്പോ കുഴപ്പമൊന്നുമില്ല. സാവിത്രിയുടെ പെട്ടെന്നുള്ള മരണം അത് അവനെ മാത്രമല്ല, ഞങ്ങളെല്ലാവരെയും തളർത്തി കളഞ്ഞു. ഇപ്പോ രാജുവിനൊരു കല്യാണം കഴിച്ചാൽ കൊള്ളാന്നൊക്കെ ഉണ്ട്. ഒരു കുടുംബക്കായി വരേണ്ട സമയമാണല്ലോ. അതേതായാലും നന്നായി. അശ്വതിയാണ് അവന്റെ മനസ്സിൽ. അല്ല, അവര് ചെറുപ്പം മുതൽ ഒന്നിച്ച് കളിച്ചു വളർന്നവരാണല്ലോ. ഇപ്പോഴത്തെ അവസ്ഥയിൽ രാജുവിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു പെൺകുട്ടിയാണ് അവനാവശ്യം. ഭാർഗവി അമ്മയ്ക്ക് അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലല്ലോ അല്ലേ? അല്ല, അതിപ്പം
ഞാൻ മാത്രം തീരുമാനിച്ചാ പോരല്ലോ. എനിക്ക് എൻ്റെ മോളോടും കൂടി ഒന്ന് ആലോചിക്കണം. മതി, ആലോചിച്ചിട്ട് പതുക്കെ പറഞ്ഞാൽ മതി. ശരിയെന്നേ പറയാവൂ. പിന്നെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഓർത്തൊന്നും ഭാർഗവമ്മ വിഷമിക്കണ്ട. ഞാൻ ഇറങ്ങുക. ഉം. ആ അശ്വതിയുടെ അമ്മ എപ്പോ വന്നു? കുറച്ചു നേരമായി. കാറിൽ കൊണ്ടേ വിടാം. വേണ്ട, അതിനകത്തൊക്കെ കയറി വേണ്ടാത്ത ശീലം ഉണ്ടാക്കുന്ന എന്തിനാ? ഞാൻ നടന്നു പൊക്കോളാം. എൻ്റെ മോളെ നല്ല രീതിയിൽ വളർത്തി കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഈ നിലയിൽ എത്തിച്ചത് കണ്ട പ്രാന്തം ചെറുക്കന് കെട്ടിച്ചു കൊടുക്കാനൊന്നും അല്ല. അയാളുടെ മോന് പ്രാന്തൊന്നും ഇല്ലെന്ന് വരുത്തണം. നാട്ടുകാരുടെ മുമ്പിൽ അയാൾക്ക് നല്ല പിള്ള ആവണം. അതാ കാരണം. അതിനേ ഈ ഭാർഗവിയമ്മയുടെ മോളെ കെട്ടത്തില്ല. എൻ്റെ മോളെ കെട്ടാൻ നല്ല പഠിപ്പും വിവരവും തലയ്ക്ക് വെളിവുള്ള നല്ല ആമ്പിള്ളാർ വരും. നോക്കിക്കോ. ചേച്ചി എന്തായാലും പറഞ്ഞോ? തന്നോടൊന്നും പറഞ്ഞില്ലടോ. നേരെ നോക്കി വണ്ടി ഓടിക്കടോ. ഓ, ഒരു വിവരം ചോദിക്കാൻ വന്നിരിക്കുന്നു. കൊള്ളാം. എവിടേക്കെങ്കിലും പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ അമ്മയ്ക്ക്? ഞാൻ എത്ര നേരം എന്നറിയോ ഇവിടെ വന്നിരിക്കുന്നു. എവിടെയായിരുന്നു? എന്താ ഭാർഗവിയമ്മേ മോഹൻ കടന്നിൽ കുത്തിയ പോലെ? എന്താ കാര്യം എന്ന് വെച്ചാ പറയമ്മേ. ഓരോരുത്തരുടെ വർത്താനം കേട്ട എങ്ങനെ ദേഷ്യം വരാതിരിക്കും? അമ്മ ആരുടെ കാര്യ പറയുന്നേ? ഓ, ആ മേനോന്റെ കാര്യം തന്നെയാ. ആ പ്രാന്ത് പിടിച്ച മോന് വേണ്ടി അച്ഛൻ കല്യാണാലോചന കൊണ്ട് വന്നിരിക്കുക. എന്റെ സ്ഥാനത്ത് നീയോ മറ്റോ ആയിരുന്നെങ്കിൽ അങ്ങേരുടെ മുഖത്ത് നോക്കി ഒരൊറ്റ ആട്ട് വെച്ച് കൊടുത്തേനെ. നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പ, ഞാനായതുകൊണ്ട് ഒന്നും പറഞ്ഞില്ല. പേടിച്ചിട്ടൊന്നുമല്ല. അയാളുടെ മരിച്ചു പോയ ആ ഭാര്യയെ ഓർത്തിട്ട. അവരൊരു പാവം സ്ത്രീ. അങ്ങനൊന്നും പറയല്ലേ അമ്മേ. അവനൊരു ട്രീറ്റ്മെന്റിന് പോയി, ശരിയാ. അത് പിന്നെ പഠിപ്പ് മുടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവന്റെ അമ്മ മരിച്ചപ്പോ അവനെ ഒന്ന് അറിയിക്കോ അവസാനമായിട്ടൊന്ന് കാണിക്കോ ചെയ്യാതെ. അതിന്റെയൊക്കെ ഒരു ഷോക്ക്. അതൊക്കെ ഇപ്പൊ മാറുകയും ചെയ്തു. അച്ഛൻ മരിച്ചപ്പോ 2 ദിവസം അമ്മ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ? അത്രേ ഉള്ളൂ. നീ എന്തായി പറഞ്ഞു വരണേ? രാജു, വേണ്ട. കളിക്കില്ലേ? ഇവിടൊക്കെ തന്നെ ഇങ്ങനെ. വരുന്നു. വാ, ദാ കൂട്ടാൻ വെച്ചു. നീ എന്തായിരുന്നു ആലോചിക്കുന്നത്? ഈ മോതിരം ഒരു കൂട്ടുകാരി തന്നാണെന്ന് ഞാൻ കള്ളം പറഞ്ഞതാ.
കല്യാണത്തിനെതിരെ നിൽക്കരുത്. അമ്മ, നിന്റെ ഇഷ്ടം. ഇതാരാ ഇത്? പട്ടുസാരി, മുല്ലപ്പൂ, പാൽ ഗ്ലാസ്. നീ ആരടി സിനിമയിലെ നായിക്കോ? അതിപ്പോ ആദ്യരാത്രി എന്ന് വെച്ചാൽ സിനിമയിലും ജീവിതത്തിലും ഇങ്ങനൊക്കെ തന്നെയാ. അതിപ്പോ നമ്മൾ വിചാരിച്ചാൽ മാറ്റാനൊന്നും പറ്റില്ല. ഒരു പരിഷ്കാരം വന്നിരിക്കുന്നു, വേണമെങ്കിൽ കുടിച്ചോ, നല്ല ഉറക്കം കിട്ടും. അങ്ങനെ ഇപ്പൊ എനിക്ക് ഉറങ്ങണ്ടെങ്കിലോ? ഇതെന്താടാ ഇത്? നിന്റെ ബെഡ്റൂമോ അതോ വർക്ക്ഷോപ്പോ? നിനക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാം. ഇതാണ് എന്റെ ലോകം. സ്റ്റഡി മെറ്റീരിയൽസും റിസർച്ചും എക്സ്പെരിമെന്റ്സ് എല്ലാം. പിന്നെ ഇത് ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ഇത് വെറും ഒരു ചോട്ടാ വേർഷൻ. ബാ കാണിച്ചുതരാം. ഇതെന്താ ഇത്? ഇത് നമ്മുടെ അഗ്നി മിസൈലിന്റെ ഒരു സ്കെയിൽ മോഡലാ. അഗ്നി മിസൈലോ? ആടി, ഇതിന്റെ ഒറിജിനൽ ഉണ്ടാക്കി പറപ്പിക്കണോ എനിക്ക്? അതിനു വേണ്ടിയിട്ടുള്ള മദർ ബോർഡ്, ചിപ്സെറ്റ്സ്, അത് കണക്ട് ചെയ്യാനുള്ള സാധനങ്ങള്, ഇത് ഇതുവഴി പോയി അങ്ങനെ വന്ന് നമ്മളിത് പ്രോഗ്രാം ചെയ്തത്. റോക്കറ്റ്, മിസൈല്, മദർ ബോർഡ്. എടോ മാഷേ, ഇന്ന് നമ്മുടെ ആദ്യരാത്രിയാ. Yeah man, I was waiting for this night. നിന്നെ കിട്ടിയൊരു എക്സൈറ്റ്മെന്റില് ഞാൻ എന്തൊക്കെയോ. We should celebrate this night. വാ. Just wait here. രാജു, Got a black magic woman. Got a black magic woman. I got a black magic woman. Got me so nice. And she's a black magic woman. She's എനിക്കിതറിയില്ല. എന്താ രാജു ഇത്? Sorry. സാരമില്ല രാജു. Sorry, Ashwini. സാരമില്ല, സാരമില്ല. രാജു, ചായ. അയ്യോ, കഴിക്കുന്നു പറ്റി. ഒന്നവിടെ തട്ടി വീണതാ. ഞാനെടുത്ത് വെക്കാം. വേണ്ട, ഞാൻ വെച്ചോളാം. ഇവിടെയാണ് നമ്മുടെ റിസോർട്ട്. ഇത് പെരിയാർ റിവർ.
ടോട്ടൽ 23 ഏക്കർ. പിന്നെ ദേ ഇപ്പൊ ഇതിനകത്തുള്ള നേച്ചർ നമ്മൾ അതുപോലെ പ്രിസർവ് ചെയ്യും. കൂടാതെ ഓരോ വില്ലയ്ക്ക് ചുറ്റും ഓരോ ഓർഗാനിക് ഗാർഡൻ. നമ്മൾ ആദ്യം ഒരു 17 വില്ലകളാണ് പ്ലാൻ ചെയ്യുന്നത്. വില്ല എന്ന് പറയുമ്പോൾ പഴയ നാലുകെട്ടിന്റെ മാതൃകയിൽ ഒരു പടിപ്പുരൊക്കെ ആയിട്ട്. ഇതിനൊക്കെ വലിയ മുടക്കുമുതൽ വേണ്ടി വരില്ലേ? അതെ ചാ, നമ്മുടെ KNM ഫാർമസിയുടെ MD ജിമ്മി കുരിശുങ്കളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരു ജോയിന്റ് വെഞ്ചർ. അയാൾക്ക് വേണ്ടി കാശിറക്കുന്നത് ഒരു സായ്പ. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് 90%ഉം വിദേശികളായതുകൊണ്ട് വിത്തിൻ 5 years നമുക്ക് നമ്മുടെ മുടക്കുമുതൽ തിരിച്ചു പിടിക്കാം. ഇതിന്റെ എസ്റ്റിമേറ്റ് എത്രയാവും? അറൌണ്ട് 9.5 crores. അതിൽ 2 crores നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ സ്ഥലം നമ്മുടെ ആണല്ലോ. ഇനിയിപ്പോ പഴയ പോലെ ആ സ്ഥലം കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ നല്ല പുതിയ പ്രോജക്ട്സും ചെയ്താലേ വല്ല രക്ഷയുള്ളൂ അച്ഛാ. വിശ്വേട്ടാ ആ ഒന്നിങ്ങി വന്നേ. എന്താ പ്രിയ? ഇന്നലെ രാജുവിന്റെ മുറിയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. സംഭവിക്കാതെ പിന്നെ എന്താടി? അതല്ല, എന്താ കാര്യം എന്ന് പറ. വന്നേ ഞാൻ പറയട്ടെ.